ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എത്ര പഠിച്ചാലും ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യത. ടൈം ടേബിൾ നോക്കിയവർക്കറിയാം, ശ്രദ്ധിച്ച് നോക്കിയവർക്കറിയാം, ഈ 3 സബ്ജക്ട്സ് കുറച്ച് പ്രശ്നക്കാരാണ്. ഈ സബ്ജക്ട്സ് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലെങ്കിൽ, അതായത് നേരത്തെ എല്ലാ സബ്ജക്റ്റും പഠിക്കണം, പക്ഷേ നേരത്തെ തന്നെ ഈ സബ്ജക്റ്റിന്റെ റിവിഷൻ അടക്കം എക്സാമിന്റെ തലേന്ന് നമ്മൾ ചെയ്യുന്ന പരിപാടിയില്ല, അത് നേരത്തെ നിങ്ങൾ ചെയ്തു വെച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സബ്ജക്ട്സ് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇംഗ്ലീഷ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് എക്സാം ലാംഗ്വേജ് ആണ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അത് നമുക്ക് 2-3 ദിവസം വരുന്ന പഠിക്കാം. പക്ഷേ ഇംഗ്ലീഷിന് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ല. നിങ്ങൾ പരീക്ഷ എഴുതി വരുന്നു, തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് പരീക്ഷയാണ്. അപ്പോൾ ആഫ്റ്റർനൂൺ സെഷനിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആഫ്റ്റർനൂണൊക്കെയാണ്. പക്ഷേ ആഫ്റ്റർനൂണൊക്കെ വന്ന് മടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിൽ എത്ര പഠിക്കും നിങ്ങൾ? അപ്പം നേരത്തെ നിങ്ങൾ കുറച്ച് അറ്റ്ലീസ്റ്റ് ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ നേരത്തെ വായിച്ചു വെച്ചാൽ പ്രശ്നം തീരും. കെമിസ്ട്രിയുടെയും സെയിം സിറ്റുവേഷൻ ആണ്. കാരണം മാത്സിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ലീവ് ഉണ്ട്. ഫിസിക്സിൽ നമുക്ക് അവിടെ ലീവ് വരുന്നുണ്ട്. ആ ലീവിൽ നമുക്ക് ഇരുന്ന് കുറച്ച് ബയോളജി ഒക്കെ പഠിക്കാവുന്നതാണ്. പക്ഷേ എങ്കിലും ബയോളജിക്ക് ലീവില്ല. പക്ഷേ കെമിസ്ട്രി അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. കാരണം ലാംഗ്വേജ് വന്നു, ഇംഗ്ലീഷ് വന്നു, തൊട്ടടുത്തത് കെമിസ്ട്രിയാണ്. അപ്പോൾ എന്തായാലും കെമിസ്ട്രി നമ്മൾ നേരത്തെ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, പിന്നെ മാത്സും ഫിസിക്സും അത്ര കുഴപ്പമില്ല. ബയോളജിക്ക് വീണ്ടും ബയോളജിക്കാർക്ക് ഒരു ചെറിയ പ്രശ്നം വരുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഫിസിക്സ് കഴിഞ്ഞ പാടെ തന്നെ ബയോളജിയാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണ് സാറ്റർഡേ ആഫ്റ്റർനൂൺ കഴിഞ്ഞുള്ള സമയം കുറച്ച് കിട്ടും, സൺഡേയും കിട്ടും. പക്ഷേ അത് തന്നെ ഫിസിക്സ് തന്നെ പഠിക്കാനുണ്ടോ? ഓക്കെ, അപ്പോൾ ബയോളജി നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ പഠിച്ചു. പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാരുടെ കാര്യം പറയണ്ട, ഇതിലും ഭാഗ്യമില്ലാത്ത വേറൊരു ടീംസ് ഉണ്ടാവില്ല. വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തിട്ട് പരീക്ഷ എഴുതേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് നിങ്ങളുടെ റിയാലിറ്റി. ഓക്കെ, നമ്മുടെ റിയാലിറ്റിയിൽ ജീവിക്കുക, അടിപൊളി പഠിക്കുക. പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും പഠിക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് എക്സ്ട്രാ ക്വസ്റ്റൻസിന്റെ ലൈവും കാര്യങ്ങളൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ആർ സ്റ്റിൽ നോട്ട് ലേറ്റ്. എക്സാമിനറിന്റെ ബാച്ചിലെ ഭാഗ്യം ഇപ്പോൾ ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. എപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ പഠിപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ശരിക്കും ഗുണം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നേരത്തെ അഡ്മിഷൻ എടുക്കുക. താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാം അതിനുശേഷമുള്ള പബ്ലിക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് തകർക്കണം.